അമ്മ എന്ന് പറഞ്ഞാൽ മലയാള സിനിമാക്കാർ നമ്മൾ പൊന്നമ്മയുടെ മുഖമേ മനസ്സിൽ വരുള്ളൂ. ആറന്മുള പൊന്നമ്മ അമ്മയായിരുന്നു, സുകുമാരിയമ്മ അമ്മയായിരുന്നു, KPS അമ്മയാണ്. അനവധി നടികൾ അമ്മമാരെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും കാരണം സത്യൻ്റെ അമ്മയുടെ അഭിനയിച്ചിട്ടുണ്ട്, പ്രേംനസീറിൻ്റെ അമ്മയുടെ അഭിനയിച്ചിട്ടുണ്ട്, മധുവിൻ്റെ അമ്മയുടെ അഭിനയിച്ചിട്ടുണ്ട്, അടുത്ത തലമുറയിൽപ്പെട്ടവരുടെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ മാതൃത്വത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് മലയാള സിനിമയിൽ നിൽക്കുന്ന ഒരു വലിയ നടിയാണ് പൊന്നമ്മ. നന്മയുടെ പ്രതീകമായ അമ്മയാണ് ഹബീബ പൊന്നമ്മ. സത്യം പറയാമല്ലോ, മുഖസ്തുതിയല്ല. ഹബീബ പൊന്നമ്മയും വളരെ നന്മയുടെ ഒരു പ്രതീകം തന്നെയാണ്. വളരെ നല്ല സ്ത്രീയാണ്. എല്ലാവരെയും സഹായിക്കാൻ മനസ്സുള്ളവരാണ്. JB ജംഗ്ഷനിൽ നേരത്തെ വരേണ്ടതായിരുന്നു, ഇപ്പം തോന്നിയില്ലേ? ഞാൻ എല്ലാവരോടും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇത് പൊതുജനത്തോടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് ചേച്ചിയോട് മാത്രമല്ല പറഞ്ഞത്, എന്നോട് മാത്രമല്ല പറഞ്ഞത്, ലക്ഷക്കണക്കിന് പ്രേക്ഷകരോടാണ് തമ്പി സാറ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആലുവയിലൊരു ഈ തെരുവിൽ അലഞ്ഞു നടക്കുന്ന കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ജനസേവാ ശിശുഭവൻ. അപ്പോൾ അങ്ങാര് ജോസ് മാവേലി അങ്ങാര് 4-5 കുട്ടികളെ വെച്ച് തുടങ്ങിയതാണ്. ഇപ്പോൾ 100-400 കുഞ്ഞുങ്ങളുണ്ട്. അവിടെ 2-3 പേര് ബാങ്ക് ജോലിക്കാരാണ്. പുറത്തും നല്ല ജോലി ചെയ്യുന്ന കുട്ടികളുണ്ട്. പിന്നെ അഭിനയത്തിലും ഇതിലും എല്ലാം വളരെ സമർത്ഥരായ കുഞ്ഞുങ്ങൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ കാണിക്കുന്നൊരു സ്നേഹമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ നോക്കില്ല, അത്രയ്ക്കിഷ്ടമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അമ്മയങ്ങ് ചെന്ന പ്രതീതിയാണ്. ഭയങ്കര ഇതാണ്. പൊതുവേ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടം. കുഞ്ഞുങ്ങളാണ് എൻ്റെ കൂട്ടുകാർ. അതുകൊണ്ടാണ് മനസ്സ് വയസ്സാവാത്തത്. അപ്പോൾ മനസ്സ് വയസ്സായിരിക്കാൻ വേണ്ടി കുട്ടികളെ കൂട്ടുപിടിച്ചിരിക്കും. അങ്ങനെയല്ല, കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങൾ എനിക്ക് മനസ്സ് നിറയും. അതാണ് അമ്മ. അതുകൊണ്ടാണ് തമ്പി സാറ് പറഞ്ഞത്, ഇത് വെറും സിനിമയിലെ അമ്മയല്ല, ഒരിക്കലും അല്ല, യഥാർത്ഥ ജീവിതത്തിലെ അമ്മയാണ് പൊന്നമ്മ ചേച്ചി. ഞാനിങ്ങനെ കാറിൽ പോകുമ്പോൾ ഫ്രണ്ടിൽ സ്കൂൾ ബസ്സൊക്കെ ഇങ്ങനെ പോകുന്നതെന്ന് വെച്ചോ, ഏതെങ്കിലും ഒരുത്തൻ കണ്ടാൽ മതി, പിന്നെ എല്ലാം കൂടെ എണ്ണീറ്റിരുന്ന് കൈ കാണിക്കുക എടുക്കുകയൊക്കെ. പക്ഷെ ഇടയ്ക്കൊന്ന് ചെറിയ നെഗറ്റീവ് ടച്ചൊക്കെ ഉള്ള സിനിമ ചെയ്തിട്ടുണ്ട്. പോപ്പോള് ചെയ്ത് അതിനകത്ത് മോള് പിഴച്ചു പ്രസവിക്കുന്ന ഒരു മോനുണ്ടല്ലോ. അപ്പം അതിനോട് എന്തോ ഇങ്ങനെ കഞ്ഞിയുടെ തട്ട് ഇങ്ങനെ മാറ്റി വെച്ച് വേണമെങ്കിൽ നക്കി കുടിക്കുന്നോ അങ്ങനെ എന്തോ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. പൊന്നമ്മ ചേച്ചിയുടെ അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ. പൊന്നമ്മ ചേച്ചിയുടെ വായിന്ന് ഞങ്ങൾക്കിത് കേൾക്കാൻ പറ്റില്ല. അതാണ് ഒരുപാട് കത്തുകൾ. വൈവിധ്യമാർന്ന മുഹൂർത്തങ്ങൾ പ്രദാനം ചെയ്യാൻ വേണ്ടി കഴിവുണ്ടായിരുന്നൊരു നടിയെ ഈ മാതൃത്വം അല്ല. പക്ഷേ എനിക്കിപ്പോൾ അത് വേണ്ടാന്ന് തന്നെയാണ് എൻ്റെ മനസ്സിൽ. ഇതിൽ അല്പം ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നു, അല്പമല്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം. പിന്നെ തീർച്ചയായിട്ടും സ്വന്തം ഭർത്താവിനെ ചതിക്കുക എന്ന് പറഞ്ഞാൽ. പക്ഷെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇടം നേടിയൊരു സിനിമയാണ്. ഇങ്ങനെയൊരു സിനിമ ഇനി മലയാള സിനിമയിൽ ആർക്കും എടുക്കാൻ പറ്റില്ല. ഇത്രയും ധീരമായിട്ടുള്ള ഒരു അതാണ് MD വാസുദേവൻ.